എല്ലാവരുടെയും ആശീർവാദവും അനുഗ്രഹം ഉണ്ടാവും. പക്ഷേ സമുദായത്തിലും പുറത്തുള്ള എല്ലാവരും കാണുന്നൊരു രംഗമായി മാറിയിട്ടുണ്ട്. ഈ അവസരത്തിൽ നമുക്ക് ഇവിടെ വയനാട് സിറ്റി സർവീസ് സൊസൈറ്റിയുടെ കേന്ദ്ര, കേരള, തമിഴ്നാട് സമിതി, വനിതാഗതി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമുക്ക് ഈ സംരംഭം ഇങ്ങനെ ഇതിന് തരപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ള ശ്രീ വിജയേട്ടൻ ചെറുകുന്ന്, ശ്രീ ശിവദാസ് KV കോളിമാട്, അതുപോലെ രാജേഷ് പാട്ടോയിൽ, അവരെ പ്രത്യേകം ഈ അവസരത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഈ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇന്നത്തെ പാരായണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അരിഞ്ഞി സമിതിയും തയ്യാറായി വന്നിട്ടില്ല ശ്രീ ശിവകുമാരേട്ടൻ, കേശവേട്ടൻ, രാജേട്ടൻ, സജീവ്, ഇവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നന്ദി അർപ്പിക്കുന്നതിനായിട്ട് നമ്മൾ രമ്യമോളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്, അവരെയും സ്വാഗതം ചെയ്യാണ്. കൂടാതെ നമ്മുടെ ഈ ഇന്നത്തെ പാരായണത്തെ പറ്റി ഒരു അവലോകനം നടത്തിക്കൊണ്ട് പറഞ്ഞു തരുന്നത് ശ്രീ രാധാകൃഷ്ണൻ മാഷ്, തൃശ്ശൂർ. അദ്ദേഹം പ്രവർത്തിക്കുന്നത് തൃശ്ശൂരാണ്. അദ്ദേഹം തമിഴ്നാട് സമിതിയിലെ പൊത്തംപ്ലാവ് പ്രാദേശിക സമിതിയിലെ അംഗമാണ്. അവർ നമുക്ക് ഈ അവസരത്തിൽ നമ്മളോട് ഇതിനെപ്പറ്റിയുള്ള വിശകലനങ്ങൾ തരുന്നതായിരിക്കും. അവരെയും ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. അത് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സ്വാഗതം അവസാനിപ്പിക്കുന്നു. നമ്മൾ പറഞ്ഞിട്ടുള്ള സമയങ്ങൾ കറക്റ്റാക്കിക്കൊണ്ട് ഈ കൃത്യസമയത്ത് തീർക്കാൻ വേണ്ടി എല്ലാവരെയും അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. അടുത്തതായി പാരായണത്തിന് വേണ്ടിയിട്ട് ഫസ്റ്റ് പാരായണം ചെയ്യുന്നതിന് വേണ്ടി AR കേശവേട്ടൻ അരുതിനി അവരെ ക്ഷണിക്കുകയാണ്. കേശവേട്ടൻ കേറിയിട്ടുണ്ടോ? കേശവേട്ടൻ ലൈനിലുണ്ടോ? ലൈനിലുണ്ട്, വായിക്കോ. കേശവേട്ടനോട് വായിക്കുന്നത് പറഞ്ഞാൽ അത് വായല്ലേ വായിച്ചോളൂ. ഹരിശ്രീ ഗണപതായ നമസ്തു. ശ്രീരാമ രാമ ശ്രീരാമചന്ദ്രായ ശ്രീരാമ രാമ ശ്രീരാമചന്ദ്രായ ശ്രീരാമ രാമ ശ്രീരാമ രാമ ലോകാരി രാമ ജയ ശ്രീരാമ രാമ ശ്രീരാമ രാമ രാമ നാരായണ നാരായണായ നമോ. ഉത്തരാമ അമൃതമുളവനാമയോധ്യാധിപതി രാമാത്മാവീരൻ അവരമുളവനതുല്യനാം വന്ദനം ചെയ്തോടി
പുത്രന്മാരിക്കു രാജാതി സമ്പത്തു സർവവും ദുഃഖപ്രദവും വസിഷ്ഠൻ വസിഷ്ഠനതു കേട്ടു തിരിച്ചു ദശരഥൻ നിനക്കു 4 പുത്രന്മാരുണ്ടായി വരുവതോ നിലച്ചു വൈകാതെ വരുത്തേണ മൃത്യസംഗനെ ഇപ്പോൾ ചെയ്തു നീ ഗുണനിധി പുത്രകാമേഷ്ടി കർമ്മം. അശ്വമേധവും പുത്രകാമേഷ്ടിയും തന്നെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മനവൻ വൈതണ്ടോയും വരുത്തിനാൻ ശാലയും പണി ചെയ്തു കരയൂതീരത്തിങ്കൽ ഭൂലോകവതി യാഗം വിശ്വനായകനായ അവതാരം ചെയ്വതിനായി വിശ്വസഭക്തിയോട് പുത്രകാവേഷ്ടി കർമ്മം നിത്യശൃംഗാതൻ ചെയ്യപ്പെട്ടാലൂതിയാല് വിശ്വദേവതാഗണം തൃപ്തമായതു നേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്നു പൊങ്ങിയാൻ വനിദേവൻ താവകം പുത്രീയമായി പായസം കൈക്കൊള്ളുക നീ ദേവനിർമ്മിതമെന്നു പറഞ്ഞു പോകനും ഭൂപതി പ്രവരനു കൊടുത്തു താപസയാത്രേറ്റു ദക്ഷിണാചരിച്ചു ഭക്തിപൂർവം കൗസല്യാദേവിക്കർത്ഥം കൊടുത്തു പോരൻ ശൈഥില്യാത്മനായിരിക്കും അന്നേരം സുമിത്രയ്ക്കും കൈസേരിക്കും തന്നുവാടെ പാടി കൊടുത്തിടിനാതെ കേശവൻ കഴിഞ്ഞ് അടുത്ത വായിക്കാം. രാജേട്ടൻ വായിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ഗർഭവം പരിപൂർണമായി ചമഞ്ഞതോ കാല മർഭകന്മാരും അൽവാർ പിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതനായോധ്യയിൽ കൗസല്യാത്മജനായ നക്ഷത്രം നവമേയല്ലോ രതി നക്ഷത്രാധിപനോടുകൂടവേ ബഹുസ്ഥിതി കർക്കിടകത്തിങ്കലോ അർക്കനോമത്യോച്ചസ്തനാധയം കർക്കടകം അർക്കജന്തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനോമുച്ചസ്തനായ മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചീടിനാം ജഗന്നാഥം
ദിക്കുകളൊക്കെ പ്രസാദിച്ചിതോ ദേവകളും പിറ്റിരു കൈകേകിയും പുഷ്യനസ്തത്രം കൊണ്ടേ പിറ്റേനാൾ സുമിത്രയും വെപ്പിതു പുത്രദ്വയം. ഭഗവാൻ പരാത്മാ മുകുന്ദൻ നാരായണൻ ജഗദീശ്വരൻ ജന്മരഹിതൻ പരമേക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നെ ചിഹ്നത്തോടു അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയ്ക്കും. സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നതുപോലെ സഹസ്രപത്രോത്ഭവനാരദാസനാകാതെ സഹസ്രനേത്രാമുഖ വിഭൂതേന്ദ്രന്മാരാലും പന്ത്യന്മാരായൊരു നിർമ്മലാമകുടവും സുന്ദരചിതുരാവോമളക സൂക്ഷ്മയും കാരുണ്യാമൃതാതര സസാംപൂർണനയനവോ മാരുണ്യാംബരം പരിശോഭിത ജഗന്നവും ശംഖുചക്രാബ്ദോപിതാമാജോഭുജങ്ങളും ശംഖസന്നിഭങ്ങളാരചിത കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പൂരു പാവനാ ശ്രീവത്സവം. കുണ്ടലാമുക്താകാരകാഞ്ചീനുപുരവമുഖ മണ്ഡലങ്ങളോ മണ്ഡലാദനവും പണ്ടു ലോകങ്ങളെല്ലാം വളർന്ന പാദാംബുജവും കണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗൽ സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാദേവിതാനും വന്നിച്ചു തെരുതെരു സ്തുതിച്ചു തുടങ്ങിനാൾ. നമസ്തേ ദേവദേവ ശംഖചക്രാംബുജധര നമസ്തേ വാസുദേവ മധുസൂദനാഹരേ നമസ്തേ നാരായണ നമസ്തേ നരകാരേ സമസ്തേശ്വരാ ഗൗരീ ശൗരീ നമസ്തേ ജഗൽവദേ. നിന്തിരുവടിമായ കൊണ്ട് വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു. സത്വാദിഗുണത്രയാമാശ്രയിച്ചെന്തിനിത് എന്നുത്തനന്മാർക്കു പോലും അറിവാൻ വേലയത്രേ. പരമൻ പരാപരൻ പരമാഖ്യൻ വരൻ പരമാത്മാവൂ പരപുരുഷൻ പരിപൂർണൻ അച്യുതാനന്ദൻ അവ്യക്തനാനവ്യവൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രദൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരോത്മൻ ദേവൻ ധർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി. സജീവൻ സജീവൻ ലൈനുണ്ടോ? സജീവൻ തുടർന്നോളൂ. സജീവൻ ലൈനുണ്ട്. സമയം പോകുന്നു. സജീവ് സജീവില്ലേ? സജീവില്ല, അതില്ല. സുകുമാരൻ വായിക്കട്ടെ. സുകുമാരൻ ഏട്ടൻ വായിക്കട്ടെ. ശ്രീരാമ രാമ രാമ ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ജയ. അകാലം വിശ്വാമിത്ര
ചന്ദ്രനെ കണ്ടു ചെയ്തു ഇങ്ങനെയുള്ള മംഗളമായി വന്നാശോ സമ്പത്തും തന്നെ വരും എന്തൊന്നോ ചിന്തിച്ചെഴുന്നള്ളയാകുന്നു ഇപ്പോൾ ചെയ്യണം ദയാനിധേ ഇന്നതാകുന്നതെല്ലാം ഞാൻ അറിയാതെ ചൊല്ലാറും പഴയ നർത്തം തപസ കുലാപതേ വിശ്വാസത്തോടും നേരം ജ്ഞാനമാവാസ്യത്തോടും പിതൃദേവാദികളെ ജനിച്ചു ചെയ്തിടുന്ന മുഖത്തെ മുടക്കുന്നു ബാലിജ സുബാഹുമുഖ്യന്മാരാം മനോഹരന്മാരായുള്ളോരും അവരെ നിഗ്രഹിച്ചു യവനെ പരേരമ ദേവനെ ജയിക്കണം പുഷ്കരോ തന്നോടു നിരോധിച്ചു ലക്ഷ്മണനെ നല്ലതോ ഗുരുവിനോട് നന്ദനം തന്നെ സന്ധ്യല്ലോ സഖിയൊട്ടും എത്രയും കൊലച്ച കാലത്തിങ്കൽ സിദ്ധിച്ചനെ പിരിയുമ്പോൾ നിർണയം അറിയിക്കുന്ന രവനെ യാനാസം കൂടെ വരുത്തും വിശ്വാമിത്രൻ എന്തോന്നോ നല്ലാണിപ്പോ എന്നു നിന്തിരുവടി ചിന്തിച്ചു വേണം എന്നിലോ ദേവാകുലൻ കേട്ടാരോ മതിപോറ്റും സംഗമുണ്ടാക്കേണ്ട സമ്മതം വരാപതേ ശ്രീരാമനെ പത്മസംഭവനം പ്രതിജ്ഞാമൂലമായി നിന്നോട് കുർബാനം ചൊല്ലുന്ന കശ്യപ പ്രജാപതി നിന്നോട് മകരി കൗതല്യകേ ഭവാനെന്നോ സജീവൻ കൈവക്കിയിട്ടുണ്ടായിരുന്നു സമയം കഴിഞ്ഞു.
ശിവദാസി സജീവം വായിക്കാൻ പറ്റൂനി? പോയോ? സജീവം പാടിയുണ്ടോ? അല്ലെങ്കിൽ മാഷ് വിളിക്കാം. ഇതിന്റെ ഫോൺ തിരിഞ്ഞിട്ടുണ്ട്. ഫോൺ ഒന്ന് ഹൊറിസോണ്ടൽ വെച്ചാൽ നന്നായിരിക്കും. മ്യൂട്ടാണ്. ആണോ? സജീവ് മ്യൂട്ടാണ്. മ്യൂട്ടും ആണ്. ഫോൺ തിരിച്ചും വെക്കണമായിരുന്നു. ഗോപി അത് കിട്ടുന്ന ലക്ഷം കാണുന്നില്ലല്ലോ. ഫോൺ കാട്ടി വെച്ചില്ല. വായിക്കുന്നുണ്ടോ അറിയില്ല. മ്യൂട്ടിലാണുള്ളത്. മ്യൂട്ടിലാണുള്ളത്. ഗോപി ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. മാഷ് വിളിക്കൂ. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലില്ല, മാഷ് വിളിച്ചോളൂ. കിട്ടുന്നില്ല, സമയം വെറുതെ പോകണല്ലോ. ആയിക്കോട്ടെ, ഗോപിയുടെ വിളിച്ചോളൂ. രാധാകൃഷ്ണൻ ഉണ്ടോ? രാധാകൃഷ്ണൻ മാഷുണ്ടോ? കയ്യിലുണ്ടോ? വന്നിട്ടുണ്ട്. ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം വന്നു കണ്ടായിരുന്നു. മാഷെ, അതെ, രാമായണത്തെ പറ്റി ഒന്ന് 15 മിനിറ്റ് എടുക്കാം അല്ലേ? മാഷെ എല്ലാവർക്കും നമസ്കാരം. 10 മിനിറ്റ് ആക്കി രാധാകൃഷ്ണൻ. 10 മിനിറ്റ് ആക്കാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും. നോക്കാം. അപ്പം എല്ലാവർക്കും നമസ്കാരം. അല്പം ആശങ്കയില്ലാതില്ല. കാരണം എന്താ വെച്ചാല് ഞാൻ ഏറെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, അന്നും ഇന്നും ഒരുപോലെ സ്നേഹത്തോടെ കാണുന്ന എൻ്റെ ഗുരുനാഥ ശ്രീമതി സത്യഭാമ ടീച്ചർ മുന്നിലുണ്ട്. ടീച്ചറോട് എൻ്റെ അനുവാദത്തോടുകൂടി, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുകയാണ്. പിന്നെ എൻ്റെ സഹപാഠിയും സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള ഉപാധ്യക്ഷനായ തമിഴ്നാട് ഘടകത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള നമ്മുടെ പിന്നെ വേണു കൂടെയുണ്ട്. പിന്നെ അറിയപ്പെടുന്നതും മാതൃ സഹോദര തുല്യമായിട്ടുള്ള ഒട്ടേറെ പേരുടെ മുന്നിലുണ്ടെന്നറിയാം. എങ്കിലും അധികം സമയം കളയുന്നില്ല, വേഗം ഞാൻ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ഇന്ന് നമുക്ക് പിന്നെ അവതരിപ്പിക്കേണ്ട വിഷയങ്ങൾ, അല്ലെങ്കിൽ ഇന്ന് പാരായണം ചെയ്യപ്പെടേണ്ട 3 ഭാഗങ്ങൾ. ഒന്ന് പുത്രലാഭാലോചനയും, അതൊരു ആലോചനാ യോഗമാണ്. രണ്ടാമത് അതിനെ തുടർന്ന് പിന്നെ പുത്രകാമേഷ്ടി കർമ്മം നടക്കുകയാണ്. അതെങ്ങനെ പ്രായോഗികമാകാം, പ്രാവർത്തികമാക്കാം എന്നുള്ള മറ്റൊരു ഘട്ടത്തിലൂടെ കടന്നു പോവാണ്. മൂന്നാമത് അതിന്റെ ഫലപ്രാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് പോകുന്ന യാഗരക്ഷ. ഇങ്ങനെ 3 അധ്യായങ്ങളാണ് നമുക്ക് ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടാനുള്ളത്. ആദ്യം തന്നെ പറയട്ടെ, ഇതിന്റെ ഒരു പശ്ചാത്തലം നമുക്കുണ്ട്. ദശരഥനെ സംബന്ധിച്ചിടത്തോളം അയോധ്യാധിപനാണ്, മഹാരാജാവാണ്, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയുന്നയാളാണ്. എല്ലാ തരത്തിലും അദ്ദേഹത്തിന് ഒരുപാട് ഗുണഗണങ്ങളൊക്കെയുള്ള രാജാവ് തന്നെയാണ്. അദ്ദേഹത്തിന് 3 സഹധർമ്മിണിമാരാണുള്ളത്, 3 ഭാര്യമാരാണുള്ളത് നമുക്കറിയാം. എന്താ പറയാ, ഉത്തരകോസലത്തിലെ രാജാവിന്റെ പുത്രിയായിട്ടുള്ള കൗസല്യയും, അതുപോലെ തന്നെ കേകേയ പുത്രിയായിട്ടുള്ള കൈകേയിയും, പിന്നെ കാശിയിലെ രാജപുത്രിയായിട്ടുള്ള സുമിത്രയും. ഇതില് പിന്നെ ആദ്യം പറയാം, നമുക്ക് ആദ്യമേ ഒരു കാര്യം പറയട്ടെ. നമ്മൾ അധ്യാത്മരാമായണമാണ് നമ്മൾ എല്ലായ്പ്പോഴും പാരായണം ചെയ്യുന്നതെങ്കിലും രാമായണത്തിന്റെ കഥാതന്തുക്കളെ കുറിച്ച് നമ്മൾ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് വാൽമീകി രാമായണത്തെ പോലുള്ളവയെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്. കാരണം അതാണ് നമ്മുടെ മൂലഗ്രന്ഥം. എഴുത്തച്ഛൻ മലയാളത്തിലേക്ക് കടന്നു വന്ന സമയത്ത് മലയാളികളുടെ അന്തഛിദ്രമായിരിക്കുന്ന കേരളത്തിലെ മലയാളികളുടെ അന്തരീക്ഷത്തെ മുഴുവൻ, അവരുടെ മനസ്സിനെ മുഴുവൻ ഒരു ഭക്തിമയത്തിലൂടെ കൊണ്ടുവരാൻ പറ്റിയൊരു ഗ്രന്ഥം തിരഞ്ഞെടുത്ത് രാമായണം നമ്മുടെ മുന്നിൽ അധ്യാത്മ രാമായണം കിളിപ്പാട്ടായി അവതരിപ്പിച്ചപ്പോഴും
ഭക്തിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോഴും കഥയിലെ ചില ജന്തുക്കൾക്ക് അദ്ദേഹം പിന്നെ മാറ്റിവെക്കപ്പെടുകയാണ് ഉണ്ടായിട്ട്. അതുകൊണ്ട് തന്നെ അതും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടായിരിക്കും ഞാൻ ആ കഥ പറയാൻ ഉദ്ദേശിക്കുന്നത്. ദശരഥനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഭാര്യ കൗസല്യ. കൗസല്യക്കൊരു കൗസല്യയിൽ ദശരഥൻ ഉണ്ടായൊരു പുത്രിയുണ്ട്, ശാന്ത. എത്ര പേർക്ക് അറിയുന്നതെന്ന് എനിക്കറിയില്ല. ആ ശാന്ത തൻ്റെ ഒരു പുത്രിയാണ്. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ചാല് ഈ ദശരഥന്റെ തന്നെ ഒരു ആത്മസുഹൃത്തുണ്ട്, ആത്മാർത്ഥ സുഹൃത്ത് എന്നൊക്കെ പറയുന്ന മാതിരി. ഒരു സതീർത്ഥ്യനാണ്, അംഗരാജ്യത്തെ രാജാവാണ്. അപ്പൊ അങ്ങനെ ലോമപാദൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരിക്കൽ അയോധ്യയിൽ വരും, അദ്ദേഹത്തിന് മക്കളൊന്നുമില്ല. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ഈ ശാന്തയെ തനിക്ക് വിട്ടുതരണം, ഒരു ദത്തുപുത്രിയായിട്ട് വളർത്താൻ വേണ്ടി തനിക്ക് വിട്ടുതരണം എന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ ദശരഥൻ തന്റെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തിന് ആവശ്യപ്പെടുന്ന സമയത്തൊന്നും കൊടുക്കാതിരിക്കുന്ന പ്രകൃതം ദശരഥനില്ല. അങ്ങനെ അദ്ദേഹം അത് കൊടുക്കുകയാണ് ചെയ്യണം. അമ്മ ലോമപാദൻ അദ്ദേഹത്തെ ആ കുട്ടിയെ കൊണ്ടുപോയി വളർത്തുപുത്രി എല്ലാ കാര്യങ്ങളും നിർവഹിച്ച് കൊണ്ടുപോയി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഈ ശാന്തയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത് ഋഷ്യസിംഹ മഹർഷിക്കാണ്. അതൊരു പശ്ചാത്തലം അവിടെ നിൽക്കട്ടെ. പിന്നെ ഇങ്ങനെ രണ്ടാമതും ദശരഥൻ വിവാഹം കഴിക്കാനുണ്ടായത് നമ്മുടെ കൈകേയിപുത്രി വിവാഹം കഴിച്ചു, അതിലും മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. മൂന്നാമതും സുമിത്രയെ കല്യാണം കഴിച്ചിട്ട് മക്കളൊന്നും ഇല്ലാത്തൊരു സാഹചര്യം വന്ന സമയത്ത്, കാരണം അന്ന് രാജാവ് മക്കളില്ലാത്തൊരു ദുഃഖം വല്ലാതെ വന്ന സമയത്ത്, ഇന്നൊക്കെ നമ്മളെ ഡോക്ടറെ പോയി കാണും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അന്ന് സംബന്ധിച്ചിടത്തോളം അന്ന് അദ്ദേഹം ഈ കാര്യവും ആശങ്കയും മറ്റുള്ളതൊക്കെ പങ്കുവെച്ചത് തന്റെ ഗുരുനാഥനായ കുലഗുരുവായിട്ടുള്ള വസിഷ്ഠനോടായിരുന്നു. അപ്പൊ വസിഷ്ഠൻ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നുണ്ട്. കാരണം ദശരഥനും അറിയാം തനിക്ക് പണ്ട് മുനിശാപമേറ്റ് പുത്രദുഃഖത്താൽ മരണമടയുന്ന ആ കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞതും ദശരഥൻ ഓർമ്മ വരുന്നു. വസിഷ്ഠനെ ഓർമ്മപ്പെടുത്തുന്ന സമയത്തിൽ 4 മക്കളുണ്ടാവും, യാതൊരു തരത്തിലും ഭയപ്പെടേണ്ടതില്ല എന്നുള്ള രീതിയിൽ ദശരഥനെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് എന്താ ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആശ്വാസത്തോടു കൂടി വെറുതെ നിന്നാ പോരാ, നമ്മളെ ഈശ്വരൻ നമ്മുടെ മുന്നിൽ അങ്ങനെ വന്നു കിട്ടും, ആശ്വസിപ്പിക്കും കിട്ടും, എല്ലാ കാര്യങ്ങളും കിട്ടും എന്ന് പറഞ്ഞ് വെറുതെ നിൽക്കാതെ ദശരഥനെ വസിഷ്ഠൻ സമയമായിട്ടുണ്ട്, ഇനി പുത്രകാമേഷ്ടി യാഗം നടത്തണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പൊ ചെയ്യുന്ന സമയത്താണ് ഈ യാഗം നടത്താനുള്ള കാര്യങ്ങളൊക്കെ നടന്നു. അപ്പൊ ഈ ഏതൊരു സത്കർമ്മത്തിനും ഏതൊരു പൂജാതി കാര്യങ്ങൾക്കും അതിനൊരു ആചാര്യൻ വേണം. പൂജകൾ കാര്യം ആചാര്യൻ എവിടെയും അനിവാര്യമാണ്. ഭാരതീയ സങ്കല്പം അനുസരിച്ച് എവിടെ പോയാലും ആചാര്യൻ ഇല്ലാതെ ഒന്നും നടക്കില്ല. ദൈവത്തിനേക്കാൾ മുകളിൽ നമുക്ക് ആചാര്യനെ കാണുന്നു. മാതാപിതാ ഗുരു ദൈവം എന്നുള്ള രീതിയിൽ ആ ഗുരുവിനെ കാണുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ ദശരഥൻ വസിഷ്ഠനോട് ആരായിരുന്നു. അപ്പൊ ഈ യാഗത്തിന് ആചാര്യനായിട്ട് വേണം, ആര് വേണം എന്നുള്ള രീതിയിൽ വളരെ ഗൗരവമായിട്ട് ആലോചിച്ച സമയത്തിലാണ് അതിന് ഏറ്റവും ഉത്തമനായിട്ടുള്ള ആളാണ് നേരത്തെ ദശരഥന്റെ മകളായിരുന്ന ശാന്തി വിവാഹം കഴിച്ച ഋഷ്യശൃംഖൻ എന്ന ആ മഹർഷിയെ വേണം എന്ന രീതിയിലായി. പക്ഷെ അദ്ദേഹം അങ്ങനെ ആരെങ്കിലും വിളിച്ചാൽ ഓടി പോകുന്ന ആളൊന്നുമല്ല. പക്ഷെ എന്താ പറയാ, ലോമപാദന്റെ നിർബന്ധമുണ്ട് ഒരു ഭാഗത്ത്, ഭാര്യയായിട്ടുള്ള ശാന്തയുടെ നിർബന്ധമുണ്ട്. ഇതൊക്കെ ആയ സമയത്തിൽ ഋഷ്യശൃംഖന് വരാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഋഷ്യശൃംഖൻ അത് ഏറ്റെടുക്കുകയാണ്. ഞാൻ വരാം, ഞാൻ ആ കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ് സരയൂ നദീ തീരത്ത് യാഗം വേണ്ട പുത്രകാമേഷ്ടി യാഗം നടത്തുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടക്കുകയാണ്. അങ്ങനെ യാഗം ആരംഭിച്ചു കഴിഞ്ഞു. വേദമന്ത്രങ്ങളാൽ ആകാശം അങ്ങനെ മുഖരിതമായിരിക്കുകയാണ്. എല്ലാവരുടെയും ശ്രദ്ധ യാഗത്തിലേക്കാണ്. ആ യാഗത്തിന്റെ സ്ഥാനീയനായിട്ടിരിക്കുന്നത് ദശരഥ മഹർഷിയാണ്, ദശരഥ രാജാവാണ്. അപ്പൊ അങ്ങനെ യാഗം അതിന്റെ പൂർണ്ണതയിലേക്ക് ഇങ്ങനെ എല്ലാ തരത്തിലും നടക്കുന്ന സമയത്ത് അതിലെ എന്താ പറയാ, യാഗാഗ്നിയിൽ നിന്ന് ഒരു മഹാ തേജസ് ഇങ്ങനെ ഉയർന്നു വരികയാണെന്നാ പറഞ്ഞു. ആ മഹാ തേജസ് ഉയർന്നു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പായസത്തിന്റെ പാത്രവും ഉണ്ട്. ആ പാത്രം അദ്ദേഹം നേരെ യാഗാചാര്യനായിരുന്ന ഋഷ്യശൃംഖന്റെ കയ്യിൽ കൊടുത്ത് അദ്ദേഹം അന്തർധാനം ചെയ്യുന്നുണ്ട്. ഋഷ്യശൃംഖൻ അത് എന്തെന്ന് വെച്ചാൽ ആ പാത്രം അതുപോലെ തന്നെ കൊണ്ടുപോയി നമ്മുടെ ദശരഥ രാജാവിന് കൊടുക്കുന്നു. ആ ദശരഥനോട് അതിനോടൊപ്പം തന്നെ ചില മന്ത്രങ്ങളും ഉരുവിട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഇതും സ്വീകരിക്കുകയാണ്. അപ്പൊ ദശരഥന്റെ കയ്യിൽ യാഗാഗ്നിയിൽ നിന്ന് ലഭിച്ച ആ എന്താ പറയാ സന്താന സൗഭാഗ്യം ലഭിക്കുന്നതിനുള്ള ആ പായസവും കയ്യിലുണ്ട്. അങ്ങനെ അദ്ദേഹം അന്തഃപുരത്തിലേക്ക് ചെന്ന് 2 ഭാര്യമാര് മുന്നിലിരിക്കുന്നുണ്ട്, കൗസല്യയും കൈകേയിയും. അവരുടെ കയ്യിലേക്ക് ഈ പാത്രം 2 പേർക്കും ഈ പായസം പകുതി പകുത്തു കൊടുക്കുകയാണ്. അപ്പൊ 2 പകുതിയും കൊടുത്തു കഴിഞ്ഞു. പെട്ടെന്നാണ് ഈ പാത്രം പായസം അവർക്ക് കിട്ടിയത്. അവർ കഴിക്കാൻ തുനിയുന്ന സമയത്താണ് 3ാമത്തെ പത്നിയായ സുമിത്ര വരുന്നത്.
ഇവര് മൂന്നുപേരും സഹോദര തുല്യരായിട്ട് നിൽക്കുന്ന ആളുകളാണ്. 3 പ്രാവശ്യം രാജ്യത്തിന്റെ ശ്രേഷ്ഠത്തിന് വേണ്ടി, രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, മക്കൾ ഉണ്ടാവാൻ വേണ്ടി തന്നെയാണ് ദശരഥൻ 3 പേരെയും മാറി തുടർന്ന് 3 വിവാഹങ്ങൾ കഴിക്കേണ്ടി വന്നത് എന്ന് അവർക്ക് നന്നായിട്ടറിയാം. പക്ഷെ ഇത് കണ്ട ഉടൻ തന്നെ സുമിത്ര മുന്നിലേക്ക് വരുന്നു. സുമിത്രയ്ക്ക് എന്താ പറയാ, പായസം ഈ 2ആയി പകുത്തി 2 പേർക്കും കൊടുത്തു. ഉടൻ തന്നെ ആദ്യം കണ്ട കൗസല്യ എന്ത് ചോദിച്ചാൽ തന്റെ പായസത്തിന്റെ പകുതി ഭാഗം സുമിത്രയ്ക്ക് കൊടുക്കുകയാണ്. എത്ര ഉദാത്തമായ ഒരു കാര്യം എന്നറിയാം. മൂന്നാമത്തിനുള്ള തന്റെ സഹോദരിയാണെന്ന് കണ്ടുകൊണ്ട് തനിക്ക് കിട്ടിയതിന്റെ പകുതി കൊടുക്കുന്നു. ഒട്ടും മടിച്ചില്ല. കൈകേയും തനിക്ക് കിട്ടിയതിന്റെയും പകുതി കൊടുക്കുകയാണ്. അങ്ങനെ 2 പകുതിയുമായി 2 അർദ്ധാർത്ഥങ്ങളുമായിട്ടാണ് സുമിത്രയ്ക്ക് കഴിക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് അതിൽ നിന്ന് പിന്നീട് കഴിയുന്ന സമയത്ത് 4 പുത്രന്മാരും ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താ വെച്ചാല് അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട നമ്മൾ പിന്നീട് രാമായണത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വരുന്ന സമയത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം, കൗസല്യയുടെ പകുതിയിൽ നിന്ന് സുമിത്രയിൽ ഉണ്ടായ പുത്രനാണ് ലക്ഷ്മണനെന്നും കൈകേയിയുടെ പകുതിയിൽ നിന്നുണ്ടായ സുമിത്രയുടെ പുത്രനാണ് ശത്രുഘ്നൻ എന്നും ഒക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. കാരണം അതിന് ഒരു നിതാന്തവും നമ്മുടെ മുന്നിലുണ്ട്. എപ്പോഴും രാമന്റെ സന്തത സഹചാരിയായിട്ട് നടക്കുന്നത് ലക്ഷ്മണനാണ്, ഭരതന്റെ കൂടെ നടക്കുന്നതും മറ്റേ ശത്രുഘ്നനുമാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന സമയത്താണ് അതിന് കുറച്ചും കൂടെ യുക്തിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഇവർക്ക് എന്താ പറയാ, പേരിടാൻ വേണ്ടിയുള്ള ഒരു രീതി ആ സമയത്തുണ്ടായി. അപ്പൊ അങ്ങനെ പേരിടണം, എന്ത് പേരിടും എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ച സമയത്തിലാണ് രാമന്റെ ഇന്ന് കാലത്ത് നമ്മൾ പലപ്പോഴും പേരിടാറുണ്ട്. ഓരോരുത്തരുടെ മക്കൾക്കും നമുക്ക് പേരിടാറുണ്ട്. അതിനോടൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നിഷാദ് എന്നുള്ളൊരു പേര് ഞാൻ കേട്ടിരുന്നു. സ്കൂളിലായതുകൊണ്ട് ഒട്ടനവധി ഇതുപോലെയുള്ള പേരുകൾ കേൾക്കും. നിഷാദ് എന്ന് വെച്ചാൽ കാട്ടാളൻ എന്നാണ്. സ്വന്തം മകനെ കാട്ടാളൻ എന്ന് വിളിച്ച് ആശ്വസിക്കുന്ന മാതാപിതാക്കൾ നമ്മുടെ മുന്നിലുള്ളവരുണ്ട്. അതൊന്നും ഞാൻ അവരുടെ തെറ്റ് പറയില്ല, അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതായിരിക്കും. പക്ഷെ ദശരഥ രാജാവും അവിടെയുള്ള പരിവാരങ്ങൾ എല്ലാവരും കൂടി ഈ എന്താ പറയാ, രാമന് ശ്യാമളനാണ്, ശ്യാമള കോമള രൂപനായിട്ടുള്ള അദ്ദേഹത്തിന് രാമൻ എന്ന് പേരിട്ടു. രാമൻ എന്ന് പേരിടുന്നതിന് ഒരു കുറേയേറെ കാര്യങ്ങൾ രാമായണം തുടങ്ങുന്ന സമയത്ത് ഇന്നലെ കാര്യങ്ങൾ പറഞ്ഞ ആളുകൾ പറഞ്ഞിരുന്നു. പിന്നെ അതുപോലെ തന്നെയാണ് ഭരണനിപുണനാണ് ഭരതൻ എന്നുള്ളത് കൊണ്ടാണ്, ഭരണനിപുണനായിട്ടാണ് ഭരതൻ വളരുക എന്ന് നേരത്തെ നിശ്ചയമുണ്ടായിരുന്നത് കൊണ്ട് അവരുള്ളവര് ഭരണനിപുണനായിട്ടുള്ള 2ാമത്തെ പുത്രന് ഭരതൻ എന്ന് പേരിട്ടു. ലക്ഷണാന്വിതനാണ് 3ാമത്തെ മകൻ, അതുകൊണ്ടാണ് ലക്ഷ്മണൻ എന്നുള്ള പേരിട്ടത്. പിന്നെ എന്താ, ശത്രുക്കളെ സംഹരിക്കുന്നതിൽ ഏറ്റവും എന്താ പറയാ മുന്നിൽ നിൽക്കുന്ന ആള് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ശത്രുഘ്നൻ എന്നുള്ള പേരും. അങ്ങനെ ഓരോ പേരിടുന്ന സമയത്തും ആ പേരിനുള്ളിൽ ആ പേരിനെ അന്വർത്ഥമാക്കുന്ന അതിമനോഹരമായ ചിന്തകൾ, ഉദാത്തമായ ചിന്തകളുടെ പിൻബലത്തോടു കൂടെയാണ് ഭാരതീയര് ഹൈന്ദവ ശാസ്ത്രത്തിൽ ഓരോ പേരുകളും ജനിച്ചിട്ടുള്ളത്. ഇങ്ങനെയൊക്കെയാണ് പേരിടൽ കഴിഞ്ഞു. പിന്നീട് അങ്ങോട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്, കൊട്ടാരത്തില് നോക്കൂ, പേരിടുന്ന സമയത്ത് പോലും അല്ലെങ്കിൽ ജനിക്കുന്ന സമയത്ത് പോലും ഒട്ടേറെ സമ്മാനങ്ങൾ, ഒരു മക്കൾ കിട്ടുന്ന മക്കൾ ജനിക്കുന്ന സമയത്ത് ഒരുപാട് സന്തോഷങ്ങൾ നമുക്കൊക്കെ ഉണ്ടാവും. ആ സന്തോഷങ്ങൾ പങ്കുവെക്കുന്നത് നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്ക് ദാനധർമാദികളെല്ലാം നൽകിക്കൊണ്ട് തന്നെ ആയിരുന്നു. അതിന്റെ അനുരണനങ്ങളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളും ഇന്ന് തലമുറയിൽ ചെയ്തു വരുന്നുണ്ട്. ഇങ്ങനെ രാജകൊട്ടാരത്തിൽ മക്കളും അങ്ങനെയൊക്കെ ആയിട്ട് സുഖമായിട്ട് കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് നമ്മുടെ വിശ്വാമിത്രൻ മഹർഷി ഒരു ദിവസം കൊട്ടാരത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോ വിശ്വാമിത്രനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ അദ്ദേഹം വന്നതിന് ശേഷം രാജാവ് വേണ്ട വിധത്തില് സ്വീകരിച്ചിരുത്തി. നോക്കൂ, ഭാരതത്തിനൊരു ഗുണം വെച്ചാൽ രാജാവിനേക്കാൾ എത്രയോ മുകളിലാണ് സന്യാസി ശ്രേഷ്ഠന്മാരുടെ സ്ഥാനം, ഋഷിമാരുടെ സ്ഥാനം. മറ്റ് ഭാരതമല്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ ഹൈന്ദവ ശാസ്ത്ര തത്വങ്ങൾക്ക് അപ്പുറത്ത് ഗുരുനാഥന്മാർക്കൊക്കെ രാജാവിന്റെയൊക്കെ താഴെയുള്ള സ്ഥാനമാണ് അവർക്ക് എല്ലാവർക്കും കിട്ടുക. പക്ഷെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഗുരുനാഥൻ അവിടെ വരുന്നു അല്ലെങ്കിൽ ഒരു മഹർഷി അവിടെ വരുന്നു എന്ന് തോന്നിയ സമയത്തിൽ എല്ലാം കൂടെ ചെന്ന് രാജാവും പരിവാരങ്ങളും മറ്റുള്ള ആളുകൾ എല്ലാവരും ചെന്നു അദ്ദേഹത്തിന് വേണ്ട വിധത്തിൽ ശ്രേഷ്ഠമായ രീതിയിൽ സ്വീകരിച്ചു. പാദപൂജ നടത്തി. എല്ലാവരും പാദപൂജയൊക്കെ പറയുമ്പോൾ വളരെ വിപ്ലവാത്മകമായ ചിന്തകളൊക്കെ വരുന്നുണ്ടാവാം. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, ഒട്ടേറെ പറയാനുണ്ട്. പക്ഷെ എന്നാലും പാദപൂജകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തി വേണ്ട വിധത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളോടും കൂടി അദ്ദേഹത്തെ ഇരുത്തി. ഇനി ഇരുത്തി കാലത്ത് തോന്നിയ നമ്മളൊക്കെ വീട്ടിൽ ആരെങ്കിലും വന്നതിൽ ആതിഥ്യ മര്യാദകളൊക്കെ കാണിക്കുന്നത് പോലെ അതിന്റെ കുറച്ചുകൂടെ വലിയ രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് നിർത്തി. എന്താണ് അങ്ങയുടെ ആഗമനോദ്ദേശം എന്ന് ആരായുകയാണ്. അപ്പോ അത് ചോദിച്ച സമയത്തിൽ അധികം താമസിക്കാനൊന്നും ഉണ്ടായില്ല. അദ്ദേഹത്തിന് അറിയാം, ഞാൻ എല്ലാ അമാവാസി നാളുകളിലും അവിടെ യാഗം നടത്താറുണ്ട്. പക്ഷെ ആ യാഗം അസുരന്മാര് വന്ന് പൂർണ്ണമായിട്ടും അത് മുടക്കുകയാണ് പതിവ്. അപ്പൊ എന്താ ചെയ്യാ, അതിന് ഒരു പരിഹാരം ഉണ്ടാവണം. അതിനായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഉടൻ തന്നെ ദശരഥൻ പറഞ്ഞു, എന്തിനു പഠിക്കണം, ഞാൻ തയ്യാറാണ്, നമുക്ക് ഇപ്പൊ തന്നെ പോവാം, പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം.
വിശ്വാമിത്രൻ ഒരു സെക്കൻഡ് നിന്നതിന് ശേഷം പറഞ്ഞു, ഞാൻ താങ്കളെ കൊണ്ടുപോകാനല്ല വന്നത്, എൻ്റെ കൂടെ പറഞ്ഞയക്കേണ്ടത് രാമനെയാണ്. രാമന്റെ കൂടെ ലക്ഷ്മണനും ഉണ്ടാവണം. ദശരഥനാകെ ഇതായി ബാലനാണ്. ഈ ബാലനായിട്ടുള്ള രാമനെ വനത്തിലേക്ക് പറഞ്ഞയക്കണം. ഒരുപാട് കാലത്തെ തപസ്സിന് ആരാധനയ്ക്കും മറ്റുള്ള കാര്യങ്ങൾക്ക് പുത്രകാമ യാഗത്തിനും ഒക്കെ ശേഷം തനിക്ക് കൈവന്നിരിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അതിൽ രാജഭരണം നാടിനെ സംരക്ഷിക്കേണ്ട, നാളത്തെ രാജ്യത്തെയും തന്റെ കുലത്തെയും സംരക്ഷിക്കേണ്ട ഒരു പുത്രനാണ്. ആ മകനെയാണ് വിശ്വാമിത്രൻ തന്റെ കൂടെ വനത്തിലേക്ക് പറഞ്ഞയക്കണം എന്ന് പറയുന്നത്. ഉള്ളിൽ നന്നായിട്ട് ഒരു പിതാവ് എന്നുള്ള രീതിയിൽ ഉള്ളിൽ വല്ലാതെ ആശങ്കയും വിഷമവും ഒക്കെ ഉണ്ടാവുകയാണ്. അദ്ദേഹം വീണ്ടും പറയുന്നു, ഞാൻ വരാം, എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ചെയ്തു തരാം എന്ന് പറയുമ്പോൾ വിശ്വാമിത്രൻ ഒരു തരത്തിലും അത് സമ്മതിക്കുന്നില്ല. പിന്നീട് വിശ്വാമിത്രന് കോപമുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ആ സമയത്ത് ഉടൻ തന്നെ എപ്പോഴും ആശങ്കയും ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന സമയത്ത്, വിഷമം ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഗുരുനാഥന്മാർ പ്രത്യക്ഷപ്പെടാറുണ്ട്. അച്ഛനും അമ്മയ്ക്കും ഒന്നും സാധിക്കാത്ത സമയത്ത് പോലും ഗുരുവിന്റെ അടുക്കൽ ചെന്ന് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന സമയത്ത് അവിടെ നിന്ന് കിട്ടുന്ന ചില ആശ്വാസ വാക്കുകളും ചില സഹായങ്ങളും ഒക്കെ ഉണ്ട്. അത് വളരെ വലുതാണ് എന്നുള്ള ബോധ്യപ്പെടുന്നുണ്ട്. തത്സമയത്ത് ഗുരുനാഥൻ വസിഷ്ഠൻ ഇടപെട്ടിട്ട് പറഞ്ഞു, ഒരു തരത്തിലും ഭയപ്പെടേണ്ടതില്ല, വിശ്വാമിത്രന്റെ കൂടെ നിങ്ങൾക്ക് മക്കളെ പറഞ്ഞയക്കാം, അതുകൊണ്ട് അവര് പോട്ടെ. മാത്രവുമല്ല, അവിടെ ചെല്ലുന്ന സമയത്ത് ഇതുവരെ കുട്ടികൾക്ക് അഭ്യസിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും വിശ്വാമിത്ര മഹർഷി പറഞ്ഞു തരും. നോക്കൂ, ഗുരുവിന് നേരത്തെ കണ്ടറിയാൻ സാധിച്ചു. അവിടെ ചെന്നിയാൽ താൻ ഇതുവരെ അഭ്യസിക്കാത്ത അറിയാത്ത പല കാര്യങ്ങളും വിശ്വാമിത്രനിലൂടെ പറയാൻ സാധിച്ചു. മാത്രവുമല്ല, ഈ രാമൻ ജനിക്കുന്ന സമയത്ത് തന്നെ, രാമൻ ജനിച്ച കൗസല്യക്ക് രാമൻ തന്റെ സ്വരൂപം കാണിച്ചു കൊടുത്തു എന്നാ പറയുന്നത്. അതായത് വൈഷ്ണവ തേജസ്സോടു കൂടിയുള്ള ആ പൂർണ്ണമായ രൂപത്തെ കൗസല്യയുടെ മുന്നിൽ അവതരിപ്പിച്ചു. അത് കണ്ട് ആനന്ദിച്ചതിന് ശേഷം ഉടൻ തന്നെ കൗസല്യ പറയാണ്, അല്ലയോ അങ്ങയുടെ ഈ രൂപം മാറ്റി എനിക്കൊരു കുഞ്ഞു കുട്ടിയുടെ ബാലരൂപം എനിക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് കൗസല്യ നേരത്തെ അത് കണ്ടുവച്ചിട്ടുള്ളൂ. ഇതെല്ലാം വസിഷ്ഠന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് വസിഷ്ഠൻ പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞയച്ചോളൂ എന്ന് പറയുന്ന സമയത്താണ് ദശരഥൻ വിശ്വാമിത്രനോട്, എനിക്ക് തെറ്റുപറ്റി, ഞാനത്ര ചിന്തിച്ചില്ല, അത് സമയം ശ്രമിക്കണം, മക്കളെ അവരുടെ കൂടെ പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. പറഞ്ഞയച്ചിട്ടോ വിശ്വാമിത്രൻ അറിയാം, എന്താ, ശത്രുവിനെ കാണിച്ചു കൊടുത്താൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ രാമബാണം നോക്കിക്കൊള്ളുന്ന നന്നായിട്ട് വിശ്വാമിത്രൻ അറിയാം. അതുകൊണ്ട് തന്നെ വിശ്വാമിത്രൻ ഇവരെയും കൂട്ടിയിട്ട് പോവുകയാണ്. യാഗം തുടങ്ങി പതിവുപോലെ രക്തവും ചിന്തിച്ചുകൊണ്ടുള്ള ആസുരിക ആക്രമണവും നന്നായിട്ട് നടക്കുകയാണ്. അങ്ങനെ സുബാഹുവും മാരീചനും ഒക്കെ നേരം എല്ലായ്പ്പോഴും വളരെ ബുദ്ധിമുട്ട് വരുത്തിയിട്ടുള്ള രണ്ട് രാക്ഷസന്മാരാണ് സുബാഹുവും മാരീചനും ഒക്കെ. അപ്പൊ ഇവരെ കണ്ട ഉടൻ തന്നെ ഇതവരാണ് എന്ന് ചൂണ്ടിക്കാണിച്ച ഉടൻ തന്നെ രാമൻ തന്റെ രണ്ട് ബാണങ്ങളും ഇവർക്ക് നേരെ രണ്ട് ബാണങ്ങൾ എയ്യുകയാണ് ചെയ്തത്. അപ്പൊ ആദ്യ ബാണം ഏറ്റ ഉടൻ തന്നെ സുബാഹു അവിടെ തന്നെ തീർന്നു, അവസാനിച്ചു. രണ്ടാമത്തെ ബാണം തന്റെ നേർക്ക് വരുന്നു എന്ന് മനസ്സിലാക്കിയ മാരീചൻ ഓടി അവിടുന്ന് ഓടി ശരണം വിട്ട പോലെ പോയി അങ്ങ് എവിടെ പോയ സമയത്തിന് സമുദ്രത്തിന്റെ അടുത്തേക്ക് എത്തുന്നു. പിന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല, രക്ഷയില്ല മുന്നിൽ. നേരെ തിരിച്ചോടി രാമന്റെ കാൽക്കൽ വന്ന് സാഷ്ടാംഗം പ്രണമിക്കാണ്. തന്നെ ആശ്രയിക്കുന്ന, തന്റെ ആശ്രിതനായിട്ട് വരുന്ന ഒരാളെയും രാമൻ ദ്രോഹിച്ചിട്ടില്ല. രാമായണത്തിന്റെ അവസാനം രാവണന് പോലും ഒരുപാട് അവസരങ്ങൾ പലരും മുഖേന കൊടുത്തു. അതുപോലെ തന്നെ മാരീചൻ വന്ന് തന്റെ കാലത്തില് ശരണം പ്രാപിച്ച സമയത്തിൽ എന്തുണ്ടായി, അദ്ദേഹത്തിന് വേണ്ട ക്ഷമാപണം നൽകി തന്റെ ഒരു ഭക്തനായിട്ട് പിന്നീട് മാരീചൻ മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. അതാണ് രാമായണത്തിന്റെ മറ്റൊരു ഭാഗത്ത് മാരീചന്റെ സഹായമൊക്കെ വരുന്നതിന് മുമ്പ്. അപ്പൊ ഇങ്ങനെയാണ് മാരീചൻ രാമന്റെ ഭക്തനായി മാറുകയാണ്. പിന്നെ അവിടുന്ന് ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കൂടെയുള്ളത് ലക്ഷ്മണനാണ്. ലക്ഷ്മണൻ എന്ന് പറഞ്ഞാൽ എന്താ, ശത്രുക്കൾ ആരാണെന്ന് തന്റെ മുന്നിൽ കിട്ടിയാൽ പിന്നീട് ലക്ഷ്മണൻ ഒന്നും ചിന്തിക്കാനില്ല. രാമൻ തന്റെ ശത്രുക്കളാണെന്ന് ബോധ്യപ്പെടുത്താൻ ലക്ഷ്മണൻ പിന്നെ തുരിതരാണ്. പിന്നെ കണ്ടിരിക്കുന്ന രാക്ഷസന്മാരെ മുഴുവൻ നിഗ്രഹിക്കുക എന്നുള്ള ലക്ഷ്മണന്റെ ചുമതലയായി. ഇത് കണ്ട സമയത്തില് വിശ്വാമിത്രന് അതിയായ സന്തോഷം തന്റെ ഉള്ളിലുണ്ടായി. എന്താ ഒരു കാഴ്ച! തന്റെ സന്തോഷാശ്രു എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. സന്തോഷം കൊണ്ടുള്ള കണ്ണുനീര് കൊണ്ട് ഈ മക്കളെ ചേർത്ത് നിർത്തി. അതോടൊപ്പം തന്നെ പിന്നീട് ഒരുപാട് പുരാണ കഥകളും മറ്റുള്ള ഈ കുട്ടികളുടെ മാനസികമായ വളർച്ചയ്ക്ക് എന്തൊക്കെ അനിവാര്യമാണോ അത്തരം കഥകളും സംഭവങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ് പിന്നീട് വിശ്വാമിത്രൻ ചെയ്യുന്നത്. അങ്ങനെ പിന്നീട് അവര് അങ്ങനെ പോയ സമയത്തിൽ പിന്നെ പറയുന്നുണ്ട്, അരുത് വൃഥാകാലം കളകെന്നുള്ളതേതും, ഒരു മിനിറ്റ് പോലും എനിക്ക് വെറുതെ കളയാനില്ല. അതുകൊണ്ട് ഇനി നമ്മൾ ഉടൻ തന്നെ പോകേണ്ടത് ബാക്കി ഇവിടെ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം അടുത്ത ഭാഗത്തേക്ക് പറയേണ്ട ആളുകൾക്ക് പറയണം. വളരെ പെട്ടെന്ന് പറഞ്ഞു പോയത് കൊണ്ട് തന്നെ എന്താ പറയാ, സമയത്തിന് നിർത്തണം എന്നുള്ളത് കൊണ്ട് തന്നെ
2 3 മിനിറ്റ് അധികം എടുത്തിട്ടുണ്ടാവാം. പിന്നെ ഒരുപാട് അങ്ങനെ രാമായണത്തെ കുറിച്ച് പറയാൻ പോയാൽ ഒരുപാട് പറയാനുണ്ട്. ഉപകഥകളും കഥകളും അതിന്റെ ഉപകഥകളായിട്ട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതോടൊപ്പം തന്നെ പാരായണം ചെയ്യുന്നവർ ഓക്കെ, താങ്ക് യു മാഷേ. ഗോപി അടുത്ത നന്ദിയിലേക്ക് അല്ലെങ്കിൽ പ്രോഗ്രാമിലേക്ക് പോട്ടെ. കൺക്ലൂഷൻ കഴിഞ്ഞു. നമുക്ക് നന്ദി അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് പക്ഷേ നിർത്തുക, വൈൻഡപ്പാണ്. നന്ദി അറിയിക്കുന്നതിന് വേണ്ടി രമ്യ മോളെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ രാമായണ പാരായണ പരിപാടി പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുക എന്നതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം. WCS കേന്ദ്ര കേരള ഭാരവാഹികൾക്ക് ആദ്യമായി നന്ദി അറിയിക്കുന്നു. കൂടാതെ ഈ ഓൺലൈൻ രാമായണ പാരായണത്തിന് മുൻകൈയെടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സർവശ്രീ വിജയൻ ചെറുകുന്ന്, ശിവദാസ് മാങ്ങോട്, രാജേഷ് പാട്ടേൽ എന്നിവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ശ്രീ ഗോപിയേരി ഇന്ന് രാമായണം പാരായണം ചെയ്ത ശ്രീ സുകുമാരൻ, കേശവൻ, രാജൻ എന്നിവർക്കും കൊള്ളുന്നു. രാമായണത്തെ കുറിച്ച് കുറഞ്ഞ സമയത്തിനുള്ളിൽ വിശകലനം നടത്തി നമ്മോട് സംബന്ധിച്ച ശ്രീ രാധാകൃഷ്ണൻ മാസ്റ്റർ, തൃശൂർ പോത്തൻപ്ലാവ് സമിതി അവർക്കും നന്ദി അറിയിച്ചു കൊള്ളുന്നു. കൂടാതെ ഈ പരിപാടിയിൽ പങ്കുകൊണ്ട എല്ലാ പ്രാദേശിക സമിതി അംഗങ്ങൾക്കും ഈ ഉദ്യമത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ വിജയേട്ടാ. ഓം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി